نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചത് അഞ്ചാമത്തെ സൂക്തമാണ്, സൂറത്തു സുമറിൽ നിന്നുള്ള خلق السماوات والأرض بالحق يكبر الليل على النهار ويكبر النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. ഈ ആയത്തിന്റെ സാമാന്യമായ അർത്ഥം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്ലാമത്തു സഅദി റഹിമഹുല്ലാ ഈ ആയത്തിന് നൽകിയിട്ടുള്ള വിശദീകരണം വായിക്കാനേ ബാക്കിയുള്ളൂ. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഖലഖസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചത് ബിൽ ഹഖ്, സ്വോദ്ദേശപരമായ ലക്ഷ്യങ്ങളോടുകൂടിയാണ്. വെറുതെ സൃഷ്ടിച്ചതല്ല, ന്യായമായ സ്വോദ്ദേശപരമായ ഹിക്മത്തോടുകൂടിയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. യുകവ്വിറുൽ ലൈല അലൻ നഹാർ, അവൻ രാത്രിയെ പകലിനുമേൽ അവൻ കൊണ്ടുവരുന്നു. വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ, അതുപോലെ തന്നെ പകലിനെ അവൻ രാത്രിയുടെ മേൽ കൊണ്ടുവരുന്നു. ഒന്നിനു മീതെ ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് പറയാ. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മ, എല്ലാം, സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ ഇനി അതുപോലുള്ള മറ്റ് നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ആകട്ടെ, എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ലി അജലിൻ മുസമ്മ, പറയപ്പെട്ട നിർണയിക്കപ്പെട്ട ഒരു അവധി വരേക്ക്. അലാ ഹുവൽ അസീസുൽ ഗഫാർ, അറിയുക, അവയെ ആകാശഭൂമികളെ സൃഷ്ടിച്ച, രാപ്പകലുകളെ ക്രമാനുഗതമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന, സൂര്യചന്ദ്രന്മാരെ കീഴ്പ്പെടുത്തിയ, എല്ലാം അവയുടെ അവധി വരെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു, അവൻ അസീസാണ്, ഗഫാറാണ്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇനി അതിന്റെ തഫ്സീറിലേക്ക് നോക്കാം. കൈവശം തഫ്സീർ ഉള്ളവര്, അല്ലെങ്കിൽ സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള തഫ്സീറിന്റെ ഭാഗം അത് ശ്രദ്ധിച്ചുള്ള. യുഖ്ബിറു തആല,
അഖ്ബറ യുഖ്ബിറു, ഖബർ നൽകി, ഒരു വൃത്താന്തം അറിയിക്കുന്നതിനാണ് പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. എന്താണ് അവൻ അറിയിക്കുന്നത്? ഈ അഞ്ചാമത്തെ സൂക്തത്തിലൂടെ അന്നഹു, തീർച്ചയായും അവൻ, ഹു എന്നുള്ള ദമീർ യഊദു ഇലാ ഇസ്മിൽ ജലാല അല്ലാഹ്. ഹു എന്നതിന്റെ പകരം നമ്മൾ ദമീർ മാറ്റിയിട്ട് അവിടെ നാമം വെച്ചു കൊടുക്കുകയാണെങ്കിൽ അന്നല്ലാഹ, അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, അവനാണ് ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചത്. ഐ ബിൽ ഹിക്മ വൽ മസ്ലഹ, ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചു ബിൽ ഹഖ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് നൽകിയ വ്യാഖ്യാനം നോക്കുക. അഥവാ ഹിക്മത്തോടും മസ്ലഹത്തോടും കൂടിയിട്ടാണ്. ഐ ബിൽ ഹിക്മത്തി വൽ മസ്ലഹത്തി, അവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ഹിക്മത്തോടു കൂടിയാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അവന് പ്രത്യേകമായ സതുദ്ദേശപരമായ ലക്ഷ്യങ്ങളുണ്ട്. ഒരു തെറ്റായ ലക്ഷ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ മോശമായ കാര്യത്തിനു വേണ്ടി സൃഷ്ടിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ ബിൽ ഹഖ് എന്ന് പറയില്ല. ഒരു ലക്ഷ്യവുമില്ലാതെ വൃഥ നിരർത്ഥകമായി സൃഷ്ടിച്ചതാണെങ്കിലും ബിൽ ഹഖ് എന്ന് പറയില്ല. അപ്പൊ വൃഥ സൃഷ്ടിച്ചതാവരുത്, മറിച്ച് നല്ല ഒരു ലക്ഷ്യത്തോടു കൂടി ഹിക്മത്തോടു കൂടി സൃഷ്ടിക്കണം. ആ ലക്ഷ്യം തന്നെ സ്വോദ്ദേശപരമായിരിക്കണം, സതുദ്ദേശപരം കൂടിയായിരിക്കണം. വൽ മസ്ലഹ, മസ്ലഹത്തിന് വേണ്ടിയായിരിക്കണം, നന്മക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊ ഒരു ലക്ഷ്യം വേണം, അത് ഒരു നല്ല ലക്ഷ്യവുമായിരിക്കണം. അങ്ങനെ നല്ല ലക്ഷ്യത്തിനു വേണ്ടി, അതാണ് സ്വോദ്ദേശപരമായി അവൻ നടത്തിയിട്ടുള്ള സൃഷ്ടിപ്പാണ് എന്ന് പറയുന്നത്. അപ്പൊ ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ബാത്തിലൻ, ബാത്തിലായിട്ട്, ഒരു ന്യായത്തിനും വേണ്ടിയല്ലാതെ, ഒരു ലക്ഷ്യത്തിനും വേണ്ടിയല്ലാതെ വെറുതെ സൃഷ്ടിച്ചതല്ല, അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യത്തിനു വേണ്ടി സൃഷ്ടിച്ചതല്ല. ലാഇബീൻ, ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചത് ഒരു വിനോദത്തിനു വേണ്ടി, കളിക്കു വേണ്ടി സൃഷ്ടിച്ചതല്ല, മറിച്ച് അതിന് മസ്ലഹത്തുണ്ട്, അതിന് ഹിക്മത്തുണ്ട്. വലിയഉമുറൽ ഇബാദ വയൻഹാഹും, ആകാശഭൂമിയെ അവൻ സൃഷ്ടിച്ചത് ഹിക്മത്തോടു കൂടിയാണ്. ബിൽ ഹിക്മ വൽ മസ്ലഹ. പിന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്റെ തഅലീൽ, അതിനുള്ള ഇല്ലത്ത് പറയാണ്. വാവിന് ശേഷം കൊടുത്തിരിക്കുന്ന ലി എന്ന് പറയുന്ന അല്ലാമു ലിത്തഅലീൽ, ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചതിനുള്ള കാരണം ലിയഅ്മുറുൽ ഇബാദ്, അവന്റെ അടിയാറുകൾക്ക് ചില കൽപ്പനകൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. വയൻഹാഹും, അവരെ ചില കാര്യങ്ങൾ വിലക്കുന്നുണ്ട്. ഇവിടെ മനുഷ്യരെ അള്ളാഹു അധിവസിപ്പിച്ചു. ആ അധിവസിപ്പിച്ച മനുഷ്യർക്ക് കൽപ്പനകളോ വിലക്കുകളോ ഇല്ലാതെ യഥേഷ്ടം ജീവിക്കാൻ വിട്ടതല്ല, മറിച്ച് അവരുടെ ജീവിതത്തിന് അവൻ വിധി വിലക്കുകൾ നിശ്ചയിച്ചു. അതാണ് ലിയഅ്മുറഹും, ലിയഅ്മുറൽ ഇബാദ് വയൻഹാഹും, അടിയാറുകളോട് കൽപ്പനാവിലക്കുകൾ, അവർക്ക് കൽപ്പനാവിലക്കുകൾ നൽകാൻ വേണ്ടിയാണ്. ആ കൽപ്പനാവിലക്കുകൾ അങ്ങോട്ട് കൊടുത്തിട്ട് അത് ചെയ്തവർ ചെയ്തു, ലംഘിച്ചവർ ലംഘിച്ചു, അങ്ങനെയല്ല, അവരെ വെറുതെ വിട്ടേക്കില്ല. ആ കൽപ്പനാവിലക്കുകൾ അത് അനുസരിക്കുകയും അത് മാനിക്കുകയും ചെയ്ത ആളുകൾക്ക്, അല്ലെങ്കിൽ അത് ധിക്കരിക്കുകയും അവഗണിക്കുകയും ചെയ്ത ആളുകൾക്ക് വയുസീബഹും, തദടിസ്ഥാനത്തിൽ അവർക്ക് സവാബ് നൽകണം. അസാബ യുസീബു, സവാബ് നൽകി. അത് ആ മൂന്നക്ഷരമുള്ള ക്രിയ, ഇത് നാലക്ഷര ക്രിയയാണ്. യുസീബു അഫ്അല വസ്ന്, അഫ്അല യുഫ്അലു വസ്നാണ്. അതിന്റെ മൂന്നക്ഷര ക്രിയ, അതിന്റെ മസ്ദർ നമുക്ക് കിട്ടുക സവാബ് എന്നാണ് കിട്ടുക. സവാബ് അറിയാലോ, അള്ളാന്റെ സവാബിന് വേണ്ടി, അവന്റെ പ്രതിഫലത്തിന് വേണ്ടി. അസാബ യുസീബു, പ്രതിഫലം നൽകി. വയുസീബഹും, അവർക്ക് അവന് പ്രതിഫലം നൽകാനുണ്ട്, അതിനു വേണ്ടി കൂടിയാണ്. വയുആഖിബഹും, അത് പ്രതിഫലത്തിന്റെ നേരെ എതിര് ശിക്ഷ,
ഇഖാബ്, ആഖബ യുആഖിബു. ഫഅല വസ്നാണ്. അലാ വസ്നി ഫഅല യുഫാഇലു. ഫഅല യുഫാഇലു എന്നതിന്റെ മസ്ദർ ക്രിയാനാമം വരുന്നത് മുഫാഅലത്തൻ വഫിആലൻ, രണ്ട് രൂപത്തിൽ വരും. അതിന് രണ്ടാമത് പറഞ്ഞ സീഗയാണ് ഇവിടെ ഉപയോഗിച്ചത് ഫിആല് ഇഖാബ്. യുആഖിബഹും, അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വയുസീബഹും വയുആഖിബഹും, ഇതിനൊക്കെ വേണ്ടിയാണ് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ അവിടെ അങ്ങ് എഴുതി വെച്ചേക്കണം. ഈ തഫ്സീർ നമ്മൾ വായിക്കുമ്പോ നമ്മൾ കുറെ പൊട്ട ശാസ്ത്രങ്ങളും നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന വിഡ്ഢിത്തങ്ങളും മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അതിനൊരു കൗണ്ടർ തിസിസ് നമ്മുടെ മനസ്സിൽ നമ്മൾ പകരം വെച്ചു കൊടുക്കണ്ടേ. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ബിൽ ഹിക്മത്തി വൽ മസ്ലഹത്തി, ഹിക്മത്തോടു കൂടിയാണ്, മസ്ലഹത്തോടു കൂടിയാണ്. അത് സ്വോദ്ദേശപരമായ സൃഷ്ടിപ്പാണ്, സതുദ്ദേശപരമായ സൃഷ്ടിപ്പാണ്. ബിൽ ഹിക്മ എന്ന് പറയുമ്പോൾ സ്വോദ്ദേശപൂർവമായ സൃഷ്ടിപ്പായി, വൽ മസ്ലഹ സതുദ്ദേശപരമായ സൃഷ്ടിപ്പായി. എന്തോ ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഒരു ലക്ഷ്യമില്ലാതെ ഒരു ഉദ്ദേശമില്ലാതെ വെറുതെ സൃഷ്ടിച്ചതല്ല. ആ ഉദ്ദേശം അത് മഹത്തരമാണ്, അത് മസ്ലഹത്തോടു കൂടിയതാണ്. അവിടെ ബാ ആണ് തഅദിയത്ത് കൊടുത്തത്. അതോടുകൂടിയാണ്, ഒരു സതുദ്ദേശത്തോടു കൂടിയാണ്, ഒരു സ്വോദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. പിന്നെ ബാ വിട്ടു, അടുത്ത തഅദിയത്ത് കൊടുത്തു. ആ സൃഷ്ടിച്ചതിന്റെ ഇല്ലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിനുള്ള കാരണം നോക്കുകയാണെങ്കിൽ യഅ്മുറുൽ ഇബാദു വയൻഹാഹും വയുസീബഹും വയുആഖിബഹും, ഇവിടുത്തെ മനുഷ്യ ജീവിതം അത് റെഗുലേറ്റ് ചെയ്യണം, കൽപ്പനകളും വിലക്കുകളും വെച്ചു കൊടുത്തുകൊണ്ട്. ആ കൽപ്പനാ വിലക്കുകൾ മാനിക്കുകയും ആ കൽപ്പനാ വിലക്കുകൾ അനുസരിക്കുകയും ചെയ്ത ആളുകൾക്ക് പ്രതിഫലം നൽകണം. അത് മാനിക്കാതെ അവഗണിക്കുന്ന ആളുകൾക്ക് ശിക്ഷ നൽകണം. വയുസീബഹും വയുആഖിബഹും. എത്ര കൃത്യമായ വാക്കുകൾ, എത്ര ചുരുങ്ങിയ വാക്കുകൾ. ഇതാണ് സഅദിയുടെ തഫ്സീറിന്റെ പ്രത്യേകത. അപ്പൊ അത് ഞാൻ പറയണ്ടല്ല, നിങ്ങൾക്കത് കൃത്യമായി വായിച്ചാൽ കിട്ടുന്നവരാണ്. യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അത് സൃഷ്ടിച്ചത് സ്വോദ്ദേശപരമാണ്, സതുദ്ദേശപരമാണ്. ഇവിടെയുള്ള മനുഷ്യ ജീവിതത്തെ റെഗുലേറ്റ് ചെയ്യാനാണ്. കൽപ്പനകളും വിലക്കുകളും നൽകുന്നു. അത് മാനിക്കുകയും മാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവൻ ശിക്ഷയും അതുപോലെ തന്നെ പ്രതിഫലവും നൽകുന്നു. അതിനുവേണ്ടിയാണ്. എന്നിട്ട് പറയുന്നു, ഈ ഭൂലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാണിച്ചു തരുന്ന, നമുക്ക് അനുഭവവേദ്യമാക്കുന്ന കാര്യം, യുകവ്വിറുൽ ലൈൽ, രാത്രിയെ അവനിങ്ങനെ നീക്കിക്കൊണ്ടുവരുന്നു. ഒരു തലപ്പാവ് നമ്മുടെ തലയിൽ ശരിക്ക് കെട്ടിവെച്ചൊരു തലപ്പാവ് നമ്മൾ ഇങ്ങനെ വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ നമ്മൾ തിരിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെ ഇങ്ങനെ തിരിക്കുകയാണ് ചെയ്യുന്നത്. രാത്രിയെ തിരിക്കുന്നു. അലന്നഹാർ, പകലിനുമേൽ. അങ്ങനെ പകലിനുമേൽ രാത്രിയെ തിരിച്ചു കൊണ്ടുവരുമ്പോ പകല് രാത്രിയുടെ ഏതു ഭാഗത്തെ മൂടുന്നുവോ അത്രയും ഭാഗം ഇങ്ങോട്ട്, രാത്രിയുടെ ഭാഗം ഇങ്ങോട്ട് പിൻവലിയുന്നുണ്ട്, അത് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വ്യക്തമാക്കിയിരുന്നു, രണ്ട് പ്രതിഭാസങ്ങളെ കുറിച്ച് ഖുർആനിൽ വേറിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ തെക്വീർ പറഞ്ഞിട്ടുണ്ട്. തെക്വീർ പറയുമ്പോൾ രാത്രിയുടെയോ പകലിന്റെയോ സമയങ്ങൾ കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. രാത്രി ഇങ്ങോട്ട് നീങ്ങുമ്പോ ഈ ഇങ്ങേയറ്റം പകലിന്റെ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ അങ്ങേയറ്റം പകലിന് ഇങ്ങോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് അത് സ്വയം നീങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോ രാത്രിയുടെ സമയം കുറയുന്നില്ല, പകലിന്റെ സമയവും കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. ആ നിരക്കുള്ള നീക്കമാണ്. പകല് ഒരറ്റം, രാത്രി ഒരറ്റം ഇങ്ങോട്ട് നീങ്ങുമ്പോൾ അതിന്റെ മറ്റേ അറ്റം അത് ഇങ്ങോട്ട് ഉൾവലിയുന്നുണ്ട്. ആ വലിയുന്ന ഭാഗത്തേക്ക് പകൽ അങ്ങോട്ട് നീങ്ങി നിൽക്കും. രാത്രി ഇങ്ങോട്ട് പിടികൂടുന്ന ഭാഗം അത് പകലങ്ങോട്ട് പിൻവാങ്ങി കൊടുക്കുമ്പോൾ ആ പകലിന്റെ മറ്റേ അറ്റം രാത്രി ഒഴിഞ്ഞുപോയ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അതാണ് തെക്വീറിന്റെ സിസ്റ്റം. മറിച്ച് രാത്രിയുടെ ഒരു ഭാഗത്തെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, അല്ലെങ്കിൽ പകലിന്റെ ഒരു ഭാഗത്തെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പകലിന്റെ സമയം കുറച്ച് രാത്രിക്ക് വിട്ടുകൊടുക്കും.
അല്ലെങ്കിൽ രാത്രിയുടെ സമയം കുറച്ച് പകലിന് വിട്ടുകൊടുക്കും എന്ന് പറയുന്നത് വേറൊരു പ്രതിഭാസമാണ്. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ ആയത്തുകൾ വിശദീകരിച്ചെടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഐ എന്ന് വയുക്കബ്ബിറുൻ നഹാറ അലല്ലൈൽ, രാത്രിയെ പകലിനുമേൽ തിരിക്കുന്നു, പകലിനെ രാത്രിയുടെ മേലും ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷെ ആ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കുന്നു എന്ന് വിചാരിക്കേണ്ട, അത് അതിനനുസരിച്ച് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോഴേ തെക്ബീർ ആകുള്ളൂ. അതാണ് തെക്ബീറിന്റെ പ്രത്യേകത. യുദ്ഖിലു എന്ന് വെച്ചാൽ പ്രവേശിപ്പിക്കുന്നു, അള്ളാഹു പ്രവേശിപ്പിക്കുന്നു. കുല്ലം മിൻഹുമ, അതിൽപ്പെട്ട രണ്ടെണ്ണം ഉണ്ടല്ലോ, ആ രണ്ടെണ്ണത്തിൽപ്പെട്ട ഓരോന്നിനെയും അലൽ ആഖർ, മറ്റേതിന്റെ മേൽ. അപ്പൊ എന്താന്ന് വെച്ചാൽ സമയനഷ്ടം വരുന്നില്ല. രാത്രി പകലിന്റെ മേൽ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുമ്പോൾ ആ പകല് രാത്രിയുടെ മേൽ ഇങ്ങോട്ടും പ്രവേശിപ്പിക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം പകല് നീങ്ങിക്കൊടുക്കുന്നുണ്ടോ രാത്രിക്ക്, അത്രയും ഭാഗം ആ പകലിന്റെ മറ്റേ അറ്റം രാത്രി നീങ്ങുന്നിടത്തേക്ക് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നു. അങ്ങനെയാണ് അതിന്റെ അർത്ഥം വരിക. അത് ശരിക്കും മനസ്സിലാക്കാതെ നിങ്ങൾ അർത്ഥം പറഞ്ഞാൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് സംശയം ആലോചിച്ചിട്ട് പിന്നെ വിളിച്ചു ചോദിക്കേണ്ടി വരും. ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. കുല്ലം മിൻഹുമ അലല്ലാഖർ. യുദ്ഖിലു എന്ന വാക്ക് ഇവിടെ ശരിയായ അർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കുല്ലം മിൻഹുമ അലല്ലാഖർ കൂട്ടിച്ചേർക്കണം. അപ്പോഴേ അർത്ഥം വരുള്ളൂ. അല്ലെങ്കിൽ സമയനഷ്ടം, ഒന്നൊന്നിന് സമയത്തിൽ കുറവ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അതിവിടെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് യുദ്ഖിലു, പ്രവേശിപ്പിക്കുന്നു, കുല്ലം മിൻഹുമ, അവയിൽപ്പെട്ട ആ രണ്ടെണ്ണത്തിൽപ്പെട്ട ഓരോന്നിനെയും അലല്ലാഹർ, മറ്റൊന്നിന്റെ മേൽ. ഒരേ സമയത്ത് രാത്രി എന്ത് ചെയ്യുന്നു, പകലിന്റെ മുകളിലേക്ക് കയറുന്നു. ആ പകല് തന്നെ രാത്രിയുടെ മുകളിൽ മറ്റേ അറ്റത്ത് ഇങ്ങോട്ടും കയറുന്നു. അപ്പോൾ എത്ര ഇവിടെ വിട്ടുകൊടുക്കുന്നുവോ അത്ര അവിടെ പിടിച്ചടക്കുന്നു. അതാണ് ആ വാക്കിന്റെ മനോഹാരിത. അല്ലെങ്കിൽ യുദ്ഖിലു എന്നതിന് അർത്ഥം ഉണ്ടാവില്ല. യൂലിജു എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പ്രതിഭാസത്തിലേക്ക് പോകും. രണ്ടാമത്തെ പ്രതിഭാസത്തിലേക്ക് പോകാതെ തക്ബീറിന്റെ മാനയിൽ ഇതിനെ ഒതുക്കി നിർത്താൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് കുല്ലം മിൻഹുമ അലല്ലാഹർ. ഭാഷ കുറച്ച് പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിപരമായ ഒരു പ്രവർത്തനം വേണം ഖുർആൻ മനസ്സിലാക്കാൻ. അപ്പോഴതിന് നല്ല രസം ഉണ്ടായിരിക്കും. വെറുതെ ബുദ്ധി ഉപയോഗിക്കാതെ ഇങ്ങനെ ഒരു ഈസി ചെയറിൽ ഇരുന്ന് കേട്ടിട്ട് കാര്യമല്ല. നമ്മളത് മനസ്സിലാക്കാൻ വേണം. രാത്രിയെ പകലിന്റെ മുകളിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോ പകലിന്റെ കുറച്ച് സമയം നഷ്ടപ്പെടും നമുക്ക് തോന്നും. ഇല്ല, കുല്ലം മിൻഹുമ അലല്ലാഹർ. അപ്പൊ മറ്റത് ആ രാത്രി, ആ പകല് തന്നെ രാത്രിയുടെ മേൽ ഇങ്ങോട്ടും പ്രവേശിക്കുന്നു. ഇവിടെ എത്ര വിട്ടുകൊടുക്കുന്നുവോ അത് മറ്റേ അറ്റത്ത് അത്രയും പിടിച്ചടക്കുന്നു. അതോടുകൂടി രാത്രിയുടെ സമയം മുഴുവനായി രാത്രിക്കും നിലനിൽക്കും, പകലിന്റെ സമയം മുഴുവനായി പകലിനും നിലനിൽക്കും. ഇതാണ് തക്വീർ എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥവും. വയുഹില്ലഹു മഹല്ലഹു, അഹല്ല യുഹില്ലു. അഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഹല്ലിൽ, ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നു. അഹല്ലക്ക് ഹലാലാക്കി എന്നുള്ള അർത്ഥമുണ്ട്. അതൊരർത്ഥം തന്നെയാണ്, പ്രമുഖമായ ഒരർത്ഥമാണ്. അതേപോലെ ഹല്ല യഹില്ലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും രണ്ടർത്ഥമുണ്ട്. ഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിറങ്ങി, പിന്നെ ഹലാലായി, അനുവദനീയമായി, ഇങ്ങനെ രണ്ടർത്ഥമുണ്ട്. പിന്നെ ഹല്ല യഹുല്ലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടഴിയാൻ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിലുള്ള കെട്ട് റബ്ബേ നിന്റെ അഴിച്ചിട്ട് തരണേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആല്. അങ്ങനെ പല അർത്ഥങ്ങളും വരുന്നുണ്ട്. ഇവിടെ അഹല്ല, ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നു, ഒരു കാര്യത്തെ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നു വെച്ചു, അതിനാണ് അഹല്ല. പ്രതിസ്ഥാപിക്കുക എന്ന മലയാളത്തിൽ നമ്മൾ പറയാം. വയുഹില്ലുഹു, അള്ളാഹു അതിനെ ഇറക്കുന്നു, അതിനെ പ്രതിസ്ഥാപിക്കുന്നു. മഹല്ലഹു, അതിന്റെ സ്ഥാനത്ത്. രാത്രിയെ പകലിന്റെ കുറച്ച് സ്ഥാനത്തേക്ക് സ്ഥാപിക്കുന്നു. അത്രയും സ്ഥാനം പകലിനെ രാത്രിയുടെ സ്ഥാനത്ത് ഇങ്ങോട്ടും സ്ഥാപിക്കുന്നു. അതാ കുല്ലു മിൻഹുമ അലല്ലാഹർ. അല്ലാണ്ട് രാത്രി മാത്രം പകലിനെ പിടികൂടുകയല്ല. അങ്ങനെയാണെങ്കിൽ പകലിന് സമയനഷ്ടമുണ്ടാകും.
അതേ സമയത്ത് പകല് രാത്രിയെയും പിടികൂടുന്നുണ്ട്. രാത്രിയുടെ സ്ഥാനത്ത് പകല് വരുന്നു. എത്രത്തോളം രാത്രി പകലിനെ പിടികൂടിയോ ഇങ്ങേയറ്റത്ത്, അത്രത്തോളം പകലിന്റെ ഭാഗത്തെ രാത്രി ഇങ്ങോട്ടും പിടികൂടുന്നു, രാത്രി അങ്ങോട്ട് കയറി നിൽക്കുന്നു. അതിനാൽ ഫലാ യജ്തമിഉ ഹാദാ വഹാദാ, ഈ കാര്യം ഒന്നുകൂടി സഅദി വ്യക്തമാക്കി. അതിനാൽ വൽ ഫാഉ, അത് ജവാബാണ്. ലാ യജ്തമിഉ, ഒരുമിക്കുകയില്ല, ഹാദാ വഹാദാ, ഇതും ഇതും കൂടി. രാത്രിയുടെ മുകളിൽ കയറി പകല് നിൽക്കൂല, പകലിന്റെ മുകളിൽ കയറി രാത്രി നിൽക്കൂല. ഇപ്പം രാത്രി ഇങ്ങോട്ട് വരുമ്പോ പകലുണ്ട് ഒഴിഞ്ഞുകൊടുക്കും. ഒഴിഞ്ഞുകൊടുക്കുന്ന സ്ഥാനത്തേക്കാണ് ഈ രാത്രി കയറി നിൽക്കുന്നത്. അങ്ങനെ എത്രത്തോളം രാത്രി കയറി നിൽക്കുന്നുവോ അത്രയും സ്ഥാനം രാത്രിയുടെ ബാക്ക് ഭാഗം അങ്ങേയറ്റം രാത്രി ഒഴിവാക്കി കൊടുക്കും. അവിടത്തേക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന പകൽ ഭാഗം അതിങ്ങോട്ട് കയറി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നൊന്നിന്റെ മേൽ ഒരുമിച്ച് ചേരുകയില്ല. അപ്പൊ ഓവർലാപ്പ് എന്നുള്ളത് കൃത്യമായി ഉപയോഗിക്കാവുന്ന ഒരു വാക്കല്ല. മനസ്സിലാക്കാൻ വേണ്ടി തുടക്കത്തിൽ പറയാനേ പറ്റുള്ളൂ എന്ന് മനസ്സിലായല്ലോ. ബൽ ഇദാ അത അഹദുഹുമ, ഒന്നുകൂടി വ്യക്തമാക്കുന്നു എന്നല്ല. ബൽ എന്നുള്ളത് ലിൽ ഇസ്തിദ്റാഖ്, ഈ പറഞ്ഞത് മാത്രല്ല, എന്ന് മാത്രമല്ല. ഇദാ അത അഹദുഹുമ, അതിൽ ഒന്ന്, രണ്ടെണ്ണത്തിൽ ഒന്ന് വന്നാൽ, രാത്രി ഇങ്ങോട്ട് വന്നാൽ, ഇൻ അസലൽ ആഖറു, അപ്പോ ഇൻ അസല, ഒഴിഞ്ഞു കൊടുക്കും. അസല എന്ന് പറഞ്ഞാൽ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണീനാണ് പറയാ. ഇൻ അസല, സ്വയം ഒഴിഞ്ഞു പോകും. അൽ ആഖറു, മറ്റേത്, അൻ സുൽത്താനിഹി, ആദ്യ ഒന്ന് വരുമ്പോ അഥവാ രാത്രി വരുമ്പോ, അൽ ആഖറു, മറ്റേത് അഥവാ പകല്, അത് ഒഴിഞ്ഞു പോകും. അൻ സുൽത്താനിഹി, അതിന്റെ സ്വാധീനം വിട്ടുകൊണ്ട്, അതിന്റെ അധികാരം വിട്ടുകൊണ്ട്, അതിന്റെ സ്വാധീനം വിട്ടുകൊണ്ട്. പകലിന്റെ സ്വാധീനം, പകലിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ വെളിച്ചവും കാഴ്ചയും ഒക്കെയാണല്ലോ. ആ വെളിച്ചവും കാഴ്ചയും ഉപേക്ഷിച്ചിട്ട് അത് സ്വയം പകൽ അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കും. അപ്പൊ രാത്രി അവിടേക്ക് കയറി നിൽക്കും. ആ രാത്രി കയറി നിൽക്കുമ്പോ അതിന്റെ മറ്റേ ഭാഗം രാത്രി, പിന്നെ പകലിങ്ങനെ അതിന്റെ അടുത്തേക്ക് ചെന്നും, പകലിന്റെ മറ്റേ അറ്റം. ആ ചെല്ലുന്നിടത്ത് രാത്രി ഇങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കും. രാത്രിയുടെ സ്വാധീനം ഇരുട്ടും അതുപോലെ തന്നെ കാഴ്ചയില്ലായ്മയുമാണ്. ആ സ്വാധീനം വിട്ടിട്ട് അത് ഇങ്ങോട്ട് മാറിക്കൊടുക്കും. അവിടത്തേക്ക് പകൽ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുകയും ചെയ്യും. ഇനി ആ വാക്ക് നിങ്ങൾ സ്വന്തം ഒന്ന് വായിച്ചു നോക്കണം. യുകവ്വിറുൽ ലൈല അലൻ നഹാർ, രാത്രിയെ കൊണ്ട് പകലിനുമേൽ തക്വീർ ചെയ്യിക്കുന്നു. വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ, അതേ സന്ദർഭത്തിൽ അങ്ങേയറ്റത്ത് പകലിനെ കൊണ്ട് രാത്രിയുടെ മേലും തക്വീർ ചെയ്യിക്കുന്നു. രണ്ടും അറ്റ് എ ടൈം നടക്കുന്നു. ഇവിടെ പകൽ ഇങ്ങോട്ട് നീളുമ്പോൾ അവിടെ രാത്രി ഇങ്ങോട്ട് നീളുന്നു. ഇവിടെ പകൽ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ രാത്രി ഒഴിഞ്ഞു കൊടുക്കുന്നു. ഇതാണ് പ്രതിഭാസം. അത് വെച്ചുകൊണ്ട് ഈ ആയത്തിന്റെ അർത്ഥത്തെ ഒന്ന് വായിച്ചു നോക്കൂ. ഐ യുദ്ഖിലു, അള്ളാഹു പ്രവേശിപ്പിക്കുന്നു, കുല്ലം മിൻഹുമ, അവയിൽപ്പെട്ടിട്ടുള്ള ആ രണ്ടെണ്ണത്തിൽപ്പെട്ട രാപ്പകലുകളിൽപ്പെട്ട ഹുമ, ഹുമ എന്നുള്ളത് ഡുവൽ ഫോം ആണല്ലോ, ദ്വിവചനമാണ്. അവയിൽപ്പെട്ടിട്ടുള്ള ഓരോന്നിനെയും അള്ളാഹ് പ്രവേശിപ്പിക്കുന്നു, അലൽ ആഖർ, മറ്റൊന്നിന്റെ മേൽ. അപ്പൊ രാത്രി പകലിന്റെ മേൽ മാത്രമല്ല പ്രവേശിക്കുന്നത്, അതേ സമയത്ത് പകല് രാത്രിയുടെ മേൽ ഇങ്ങോട്ടും പ്രവേശിക്കുന്നു. വയുഹില്ലഹു മഹല്ലഹു, അവയിൽപ്പെട്ട ഓരോന്നിനെയും മറ്റേതിന്റെ സ്ഥാനത്ത് പ്രതിസ്ഥാപിക്കുന്നു. ഇങ്ങേയറ്റത്ത് രാത്രിയുടെ സ്ഥാനത്ത് പകല് വരുന്നു, അതേ സമയത്ത് മറ്റേ അറ്റത്ത് പകലിന്റെ സ്ഥാനത്ത് രാത്രിയെയും പ്രതിസ്ഥാപിക്കുന്നു. അപ്പോൾ ഇതും രാത്രിയും പകലും രണ്ടും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂല. മറിച്ച് രാത്രി നീങ്ങിക്കൊടുക്കും, അപ്പൊ അവിടെ പകല് വരും. പകല് നീങ്ങിക്കൊടുക്കും, അവിടെ രാത്രി വരും. ഇതാണ് സിസ്റ്റം. ബൽ ഇദാ അത അഹദുഹുമ, എന്നല്ല, അവയിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ, രണ്ടെണ്ണത്തിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഇൻ അസലൽ ആഖർ, മറ്റേത് സ്വയം നീങ്ങിക്കൊടുക്കും, അൻ സുൽത്താനിഹി, അതിന്റെ സ്വാധീനത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന്. അപ്പൊ ക്ലിയറായി. വസഖറ ശംസ്, അല്ലാഹു സുബ്ഹാനഹു വതആല വസഖറ ശംസ്, അല്ലാഹു തസ്ഖീർ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. എന്താണ് സഖറ ശംസ് എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം സഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും. അതിൽ ശംസ് എന്നുള്ള വാക്ക് അറബിയിൽ മുഅന്നസായിട്ടാണ്, ഐ മുഅന്നസുൻ സമാഇ. ഖമർ എന്ന് പറയുന്നത് അതിനെ പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുക.
അള്ളാഹു അതിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹ് കീഴ്പ്പെടുത്തി. അള്ളാഹ് അതിനെ മെരുക്കിയിട്ടുണ്ട്, കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശമനുസരിച്ചു മാത്രം ചലിക്കുന്ന രൂപത്തിൽ അതിനെ ഒതുക്കിയിട്ടുണ്ട്, മെരുക്കിയിട്ടുണ്ട്, കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത് ബിതസ്ഖീരിൻ മുനല്ലമിൻ വസൈരിൻ മുഖന്നനിൻ. അള്ളാഹു അവയെ കീഴ്പ്പെടുത്തിയത്, മെരുക്കിയത് ബിതസ്ഖീരിൻ, ഒരു പ്രത്യേക തരം കീഴ്പ്പെടുത്തലാണ്. ആ തസ്ഖീറിനെ അള്ളാഹ് വിശേഷിപ്പിച്ചത്, അടുത്തത് അതിനുള്ള നഅത്താണ്, മുനല്ലമിൻ, വ്യവസ്ഥാപിതമായ. നിളാമുൻ വ്യവസ്ഥ, മുനല്ലം വ്യവസ്ഥാപിതമായ, ഓർഗനൈസ്ഡ് ആയ നിലക്ക്. സാധാരണ സംഘടന എന്നുള്ളതിന് മുനല്ലമത്തുൻ എന്നാണ് പറയാ, ഓർഗനൈസേഷൻ. നല്ലമ യുനല്ലമു എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്തു. തൻളീം, ഓർഗനൈസേഷൻ. അപ്പോ അള്ളാഹ് അതിനെ കീഴ്പ്പെടുത്തിയത് എങ്ങനെയൊക്കെയെങ്കിലും കീഴ്പ്പെടുത്തിയതല്ല, മറിച്ച് ആ തൻളീം മുസഹ്, ആ തസ്ഖീർ മുനല്ലമാണ്. അത് വളരെ ഓർഗനൈസ്ഡ് ആണ്, വ്യവസ്ഥാപിതമായ രൂപത്തിലുള്ള കീഴ്പ്പെടുത്തലാണ് സൂര്യനെയും ചന്ദ്രനെയും. അതുപോലെ തന്നെ ആ കീഴ്പ്പെടുത്തലിന്റെ ഭാഗമായി, മെരുക്കലിന്റെ ഭാഗമായി അള്ളാഹു അവയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവയെ നഭോമണ്ഡലത്തിലൂടെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയും ഒന്നല്ല, പലതരത്തിലുള്ള ചലനങ്ങൾ അവക്കുണ്ട്. സ്വയം അച്ചുതണ്ടിൽ തിരിയുന്ന ചലനമുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ അത് സൂര്യനാണെങ്കിൽ, ചന്ദ്രനാണെങ്കിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നു. സൂര്യനാണെങ്കിൽ അത് ഗാലക്സിയുടെ മധ്യഭാഗത്തെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഗാലക്സി, അത് ഏതൊരു ഗാലക്സിയുടെ ഭാഗമാണോ ആ ഗാലക്സി ഒരു പ്രത്യേക ആവേഗത്തിൽ അത് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ സഞ്ചാരം, വസൈരിൻ, നമുക്ക് അറിവുള്ളതും അറിയാത്തതുമായ, അള്ളാഹു അറിയിച്ചു തന്നതും അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലാത്തതുമായ അവയുടെ ആ സഞ്ചാരങ്ങൾ മുഖന്നനിൻ, അതൊരു വെറും സഞ്ചാരമല്ല, നിയമാനുസൃത, നിയമവിധേയമായുള്ളതാണ്. മുഖന്നന് എന്നുള്ളത് ബേജാറാവേണ്ട, നിങ്ങൾക്ക് അറിയുന്ന വാക്കാണ്. ഖാനൂൻ, ഉറുദു കേൾക്കുന്ന, ഹിന്ദി കേൾക്കുന്ന നിങ്ങൾക്ക് അറബിയാണ് കിട്ടാത്തുണ്ടാവുള്ളൂ. ഹിന്ദി എല്ലാവർക്കും അറിയാം. ഖാനൂൻ, ആ ഖാനൂൻ എന്നുള്ളതിൽ നിന്നാണ് ഖന്നന, കോഡിഫൈ ചെയ്യുക, നിയമം നിർമ്മിക്കുക. തഖ്നീൻ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം, ഖാനൂൻ ഉണ്ടാക്കുന്നതിനാണ് പറയാ. മുഖന്നൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മിച്ചു വെച്ച നിയമം അനുസരിച്ച്. അപ്പൊ അള്ളാഹു അവൻ പ്രത്യേകമായി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ആ നിയമത്തിന് വിധേയമായുള്ള സഞ്ചാരമുണ്ട്. അതുപോലെ തന്നെ അവയവൻ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് വ്യവസ്ഥാപിതമായ നിലയിലാണ്. വ്യവസ്ഥാപിതമായ നിലയിലുള്ള കീഴ്പ്പെടുത്തലുകൾ, അതുപോലെ തന്നെ നിയമാനുസൃതമായിട്ടുള്ള അവൻ വെച്ച നിയമമനുസരിച്ചുള്ള സഞ്ചാരം, ഇത് അവക്കുണ്ട്. അപ്പൊ ആ തസ്ബീറിന് കൊടുത്ത വ്യാഖ്യാനം നോക്കൂ. വാക്കുകളൊക്കെ നമുക്കറിയാം, മീനിങ്ങുകളൊന്നും പറഞ്ഞു തരാൻ പോകുന്നില്ല. കാരണം ഇത് ലൈസ മിനൽ ഗറായിബ്, ഈ പദങ്ങളൊന്നും ഗരീബായ, അപൂർവമായി പ്രയോഗിക്കുന്ന പദങ്ങളല്ല, മറിച്ച് അറബി ഭാഷയിലുള്ള കോമൺ വോക്കാബ്സ് ആണ്, പദപ്രയോഗങ്ങളാണ്. അപ്പൊ പിന്നെ അതിന്റെ ഉദ്ദേശങ്ങളാണ് നമുക്ക് മുഫസ്സിരീങ്ങൾ പറഞ്ഞു തരിക. അള്ളാഹു അവയെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ തസ്ഖീർ സാധാരണ തസ്ഖീർ അല്ല, അത് തസ്ഖീറുൻ മുനല്ലമുൻ, വ്യവസ്ഥാപിതമായ തസ്ഖീറാണ്. ആ തസ്ഖീറിന്റെ ഭാഗമായി അവക്ക് ചലനമുണ്ട് എന്ന് നമുക്കറിയാം. ആ ചലനം എന്ന് പറഞ്ഞാൽ അവയുടെ സെയർ, ഖുർആനിൽ തന്നെ അവ ചലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ ചലനം എങ്ങനെയെങ്കിലും അവക്ക് തോന്നിയതുപോലെ എഴുന്നേറ്റ് നടക്കുന്ന നടത്തമല്ല, മറിച്ച് മുഖന്നൻ, അതിനുള്ള നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമത്തിന് വിധേയമായി കൊണ്ടുള്ള സഞ്ചാരവുമാണ്. കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മൻ, കുല്ലുൻ എല്ലാം എന്ന് വെച്ചാൽ ഏതാണ് ഇവിടെ കുല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിനശ്ശംസി വൽ ഖമർ, മിനശ്ശംസി വൽ ഖമർ. അതതിനെ ഈ ആയത്തിന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു വ്യാഖ്യാനാണ്. മറിച്ച് ഖുർആനിനെ നമ്മൾ വായിക്കുമ്പോൾ ഖുർആനിനെ നമ്മൾ കാണേണ്ടത് ആസ് എ ഹോൾ, അതിന്റെ സാകല്യത്തിൽ നമ്മൾ കാണണം. അങ്ങനെ കാണുമ്പോ കുല്ലുൻ എന്ന് പറഞ്ഞാൽ മിനശ്ശംസി വൽ ഖമരി വൻ നുജൂമി വഗൈരിഹ, സൂര്യൻ പെടും, ചന്ദ്രൻ പെടും, മറ്റു നക്ഷത്രങ്ങൾ പെടും. അതുപോലെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ആ സെലസ്റ്റിയൽ, എന്താ പറയാ, നഭോമണ്ഡലത്തിൽ ഉള്ള എല്ലാ തരത്തിലുള്ള
ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ഉൾപ്പെടും. എല്ലാം അള്ളാഹുവിടെ മഫ്തൂഹായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കുല്ലും മിന ശംസി വൽ ഖമർ എന്ന അള്ളാഹു അവിടെ ഖൈദ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ചുരുക്കേണ്ടതില്ല. അതേ സന്ദർഭത്തിൽ ഇവിടെ ചർച്ചയിലിരിക്കുന്ന ആയത്തിൽ ഉദ്ദേശിച്ചത് ഇവ രണ്ടുമാണ്. അതുകൊണ്ട് ഈ ആയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് അല്ലാമത്തു സഅദി പറഞ്ഞത് കുല്ലുകൊണ്ട് ഇവിടെ ഖാസ്സായ ഉദ്ദേശം അശ്ശംസു വൽ ഖമർ മിന ശംസി വൽ ഖമർ യജ്രി. അപ്പൊ അവയെല്ലാം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഇവിടുത്തെ അർത്ഥത്തിൽ ഈ ആയത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അല്ല, ഖുർആനിന്റെ മറ്റ് ഭാഗങ്ങളിലെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിശാലമായി ചിന്തിക്കുകയാണെങ്കിൽ മിനശ്ശംസി വൽ ഖമരി വൻ നുജൂമി വഗൈരിഹാ എല്ലാം തന്നെ യജ്രി എല്ലാം സഞ്ചരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. മുതഅസ്സിറൻ അൻ തസ്ഖീരിഹി തആല എല്ലാം ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട അവയുടെ സ്വന്തം അവയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. അല്ലെങ്കിൽ അവക്ക് തോന്നിയ പോലെ ചലിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. മറിച്ച് അവയുടെ സെയർ എന്ന് പറഞ്ഞാൽ അത് മുഖന്നനാണ്. അവയെ അള്ളാഹ് കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തസ്ഖീർ മുനല്ലമാണ്. അത് രണ്ടും നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവയുടെ ചലനം എന്ന് പറഞ്ഞാൽ മുതഅസ്സിറൻ ഇതിന്റെ പ്രഭാവലയത്തിൽ, അതിന്റെ സ്വാധീനത്തിൽ, അതിന്റെ പ്രഭാവത്തിലാണ്. ഏതിന്റെ? തഅസ്സറ എന്ന് പറഞ്ഞാൽ സ്വാധീനത്തിൽ, സ്വാധീനത്താൽ. ഏതിന്റെ സ്വാധീനത്താൽ? അൻ തസ്ഖീരിഹി അള്ളാഹു അവയെ മെരുക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്ത അള്ളാന്റെ ആ തസ്ഖീറിന്റെ ഇൻഫ്ലുവൻസ്, അതിന്റെ സ്വാധീന ഫലമായിട്ട് തസ്ഖീരിഹി അവന്റെ തസ്ഖീർ. ഹി എന്നുള്ള ലമീർ അൻ തസ്ഖീരില്ലാഹി തആല ആ ഇസ്മുൽ ജലാല മാറ്റി അവിടെ ലമീർ വെച്ചു. പിന്നെ അള്ളാഹിനെ കുറിച്ച് എവിടെ പറഞ്ഞാലും അള്ളാഹിനെ നമ്മൾ വാഴ്ത്തുന്നു. അള്ളാഹിനെ വാഴ്ത്തുന്നത് അവന്റെ ഉലുവ് പറഞ്ഞുകൊണ്ടാണ്. തആല അവൻ അത്യുന്നതനാണ്. ദാതൻ വസിഫത്തൻ വഫിഅലൻ അവന്റെ ദാത്ത് എല്ലാറ്റിനും മീതെയാണ്. അവന്റെ സിഫാത്തുകൾ അത്യുന്നതമാണ്. അവന്റെ അഫ്ആലുകൾ അത് അനിതരമാണ്. അതുകൊണ്ട് തആല എന്നുള്ളത് യുഷീറു ഇലാ ഉലുവിഹി ദാതൻ വസിഫത്തൻ വഫിഅലൻ ദാത്തിനാൽ അവൻ മീതെയാണ്. അവന്റെ ദാത്ത് എല്ലാ സൃഷ്ടികൾക്കും മീതെ, ഏഴാകാശങ്ങൾക്കും മീതെ, അർശിന്റെയും ഉപരിയിലാണ്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അവന്റെ സിഫാത്തുകൾ ഏതെടുത്തു നോക്കിയാലും അത് എല്ലാ ആ സിഫത്തിൽ ഏറ്റവും ഉന്നതമാണ്. ആ നിലവാരത്തിലേക്ക് ഒരാളുടെ സിഫത്തും എത്തുകയില്ല. അവന്റെ ഫെയിലുകൾ എടുക്കുകയാണെങ്കിലോ ആ ഫെയിലുകൾ അത്യുന്നതമാണ്. അത്രത്തോളം ഔന്നത്യമുള്ള പ്രവൃത്തി ആരും ചെയ്യുന്നില്ല. അള്ളാന്റെ അസ്മാകൾ എടുക്കുകയാണെങ്കിലോ അതും ഉന്നതമാണ്. അവന്റെ അസ്മാകൾ ആർക്കും യോജിക്കില്ല. മറ്റുള്ളവരുടെ അസ്മാകൾ അവന് ചേരുകയുമില്ല. അത്രയും ഉന്നതവും അതുല്യവും അദ്വിതീയവുമാണ്, അനന്യമാണ് അള്ളാന്റെ നാമങ്ങൾ. അതിലേക്ക് സൂചിപ്പിക്കാനാണ് തആല എന്നുള്ള ഒറ്റ വാക്ക് സാധാരണ പറയാം. പക്ഷെ തആലക്ക് അർത്ഥങ്ങളുടെ ഒരുപാട് അടരുകളുണ്ട്. അതിന്റെ ഓരോ പടവുകളും നമ്മൾ കയറുമ്പോഴാണ് അതിൽ ദാത്തിന്റെ ഉലുവ് വരുന്നുണ്ട്, അവന്റെ അസ്മാഇന്റെ ഉലുവ് വരുന്നുണ്ട്, അവന്റെ സിഫാത്തുകളുടെ ഉലുവ് വരുന്നുണ്ട്, അവന്റെ അഫ്ആലുകളുടെ ഉലുവ് വരുന്നുണ്ട്. ഓരോന്നും അതിൻ്റെതായ ലെവലിൽ തന്നെ മനസ്സിൽ വന്നേക്കുക. അപ്പോ തസ്ഖീരിഹി തസ്ഖീരില്ലാഹി അള്ളാഹ് എന്ന് പറഞ്ഞാൽ തആല അവൻ ഉലുവുള്ളവനാണ്. അള്ളാഹുവിന്റെ ആ തസ്ഖീർ അവൻ കീഴ്പ്പെടുത്തി മെരുക്കിയ ആ കീഴ്പ്പെടുത്തലിന്റെ മെരുക്കത്തിന്റെ പ്രഭാവത്താൽ അതിന്റെ സ്വാധീനത്താൽ അങ്ങനെ മലയാളം പറയാം. അപ്പൊ കുല്ലുൻ യജ്രി അവ എല്ലാം സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ ഈ ആയത്തിലല്ലാതെ മറ്റുള്ളിടത്ത് പറഞ്ഞാൽ നഭോമണ്ഡലത്തിലുള്ള മറ്റ് അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള എല്ലാ ഗോളങ്ങളും അല്ലാത്തവയുമാകട്ടെ എല്ലാം യജ്രി വെറുതെരിക്കല്ല, അവ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയുടെ ചലനം അവയുടെ ഇഷ്ടമനുസരിച്ചല്ല, മറിച്ച് മുതഅസ്സിറൻ അത് സ്വാധീനത്താലാണ്, അത് പ്രഭാവത്താലാണ്. ഏതിന്റെ പ്രഭാവത്താൽ? അൻ തസ്ഖീരിഹി അൻ തസ്ഖീരില്ലാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ തആല അവൻ ഉന്നതനാണ്. അവ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ലി അജലിൻ മുസമ്മൻ ഒരു പറയപ്പെട്ട അവധി വരേക്കാണ്. ലാമിന് ഇല എന്നുള്ള അർത്ഥമുണ്ട്. ലാമ് ഒരുപാട് അർത്ഥമുള്ളതാണ്. ബാ ഒരുപാട് അർത്ഥമുള്ളതാണ്. മിന്ന് ഒരുപാട് അർത്ഥമുള്ളതാണ്. ഇതൊക്കെ ഹുറൂഫു ജർരിൻ എന്നാണ് നിങ്ങൾക്ക് അറിയാം. ഇതിപ്പോ നമ്മുടെ അറബി ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്പെടാൻ വേണ്ടി അവരും കൂടി ആവശ്യപ്പെട്ട് ചെയ്തൊരു ക്ലാസ്സാണ്.
അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇനി അറബി ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ പോലും ഒരു വേറെ നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വശം കിട്ടുമ്പോഴാണ് ഇതിന്റെ അർത്ഥം ശരിക്ക് തെളിഞ്ഞു വരിക. മറ്റേ നമ്മൾ മലയാളത്തിൽ പറയുന്ന കുറച്ച് കാര്യം അറബിയിൽ അതിന്റെ ഗ്രാമർ വെച്ചുകൊണ്ട് കാര്യം വ്യക്തമാകണതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലി അജലിൻ എന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഇലാന്നല്ല പറയേണ്ടത് എന്ന് ചില ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നും. ആ തോന്നല് ഒഴിവാക്കാനാണ്, ആ സംശയം ഇങ്ങോട്ട് ചോദിക്കപ്പെടാതിരിക്കാൻ ചോദിക്കും മുമ്പ് ഞാൻ അങ്ങോട്ട് പറയുന്നതാണ്. വല്ലാം, ഇവിടുത്തെ ലാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഹായത്താണ് ഉദ്ദേശിക്കുന്നത്. ഇലാ, ഹത്ത എന്നൊക്കെ ഉപയോഗിച്ചാലുള്ള അതേ അർത്ഥമാണ്. അങ്ങനെ ഇവക്ക് അർത്ഥമുണ്ട് എന്നുള്ളത് ഭാഷയുടെ ആധാര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അവയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മള് ശരഴിയായ വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ ഉസൂലുൽ ഫിഖ് പോലുള്ളത്, അതിന്റെ പഠനങ്ങൾ, അതിന്റെ വിശദമായ പഠനം നടക്കുന്ന വലിയ ഗ്രന്ഥങ്ങളിൽ മുത്തവ്വലാത്തുകൾ എടുത്തു നോക്കിയാൽ അവയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പൊ ലി അജലിൻ മുസമ്മ, ഐ ഇല അജലിൻ മുസമ്മ എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാമിന് അങ്ങനെ അർത്ഥമുണ്ട്. അജല് അവധി, മുസമ്മൻ ആ അവധി ആർക്കും അറിയാത്തതല്ല, അത് ഒരു നിശ്ചയിക്കപ്പെടാത്ത അവധിയല്ല, വരുമ്പൺ വരട്ടെ എന്നുള്ളതല്ല, മറിച്ച് ഏതാണ് അവധി എന്നുള്ളത് ശരിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹു അവന്റെ അറിവിൽ മുൻകഴിഞ്ഞിട്ടുള്ളതും അവൻ ലൗഹൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ അവധിയാണ്. അതിനാലാണ് മുസമ്മൻ പറയപ്പെട്ടൊരവധി ഉണ്ട്. ഏതാണ് അവധി എന്ന് നീ ഇവിടെ നമുക്ക് വിശദീകരിച്ച് തരേണ്ടതുണ്ട്. അല്ലാമത്ത് സഅദി അത് വിശദീകരിക്കുന്നത് നോക്കൂ. വഹുവ വല്ലമീറു ഹുവ യഊദു ഇല അജൽ, അജലിൻ എന്ന വാക്കിലേക്കാണ് ആ ലമീർ പ്രോനൗൺ റെഫേഴ്സ് ബാക്ക് ടു അജൽ. അപ്പോ ലി അജലിൻ മുസമ്മൻ, ലി അജലിൻ മുസമ്മൻ വഹുവ ആ അവധി ഇൻഖിളാഉ ഹാദിഹി ദാരി വഖറാബുഹ, ഈ ഭവനം അഥവാ അദ്ദാർ എന്നതുകൊണ്ട്, ദാർ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് വാക്കിന്റെ അർത്ഥം. ദാർ എന്ന് പറയുന്നത് മുഅന്നസാണ്, മുഅന്നസ് സമാഇയാണ്. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ അത് മുദക്കറാണ്, രണ്ടും ഒരർത്ഥാണ്. ദാർ എന്ന് പറയും ഭവനം, ഐഹിക ഭവനം, പാരത്രിക ഭവനം എന്നർത്ഥത്തിലുള്ള ദാറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വീട്, ഈ ഭവനം അഥവാ ഈ ഐഹിക ഭവനം, അതിന്റെ കാലാവധി തീരുകയും വഖറാബുഹ അത് നശിക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഒരു ഭവനത്തിലാണ്, അള്ളാഹു ഒരുക്കി തന്നിട്ടുള്ള ഭവനം. അതിനാണ് നമ്മൾ അദ്ദുന്യ എന്ന് പറയാറുള്ളത്. ഇവിടെയുള്ള നമ്മുടെ ജീവിതത്തിന് നമ്മൾ പറയും അൽ ഹയാത്തു ദുന്യവിയ്യ, ഐഹികമായ ജീവിതം. ഈ വീടിന് നമ്മൾ പറയും അദ്ദാർ അദ്ദുന്യവിയ്യ, ഐഹികമായ ഭവനം. ഈ ജീവിതം അതിന്റെ കാലാവധി തീരെ ഇൻഖദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലാപ്സ് ചെയ്യണതിനാണ് പറയാ, തീർന്നു പോവുക. വഖറാബുഹ അത് നശിക്കുകയും ചെയ്യും. അതിന്റെ കാലാവധി കഴിഞ്ഞാൽ അത് നശിച്ച് മറ്റൊന്നായി തീരും. നശിച്ചെന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാകുന്നല്ല, അത് ട്രാൻസ്ഫോർമേഷനാണ്. ഈ അവസ്ഥ അങ്ങോട്ട് തീർന്ന് നശിച്ചിട്ട് വേറൊരവസ്ഥ അള്ളാഹു അതിന് കൊണ്ടുവരും. അപ്പൊ ഐഹികമായിട്ടുള്ള ഈ ഭവനം അതിന്റെ കാലാവധി തീരുകയും അത് നശിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അവധി. ആ അവധി വരേക്ക് സൂര്യൻ ഓടിക്കൊണ്ടിരിക്കും, ചന്ദ്രൻ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ ഒന്നാമത്തെ ആകാശത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ഈ നക്ഷത്രങ്ങളൊക്കെയും ഓടിക്കൊണ്ടിരിക്കും. അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഇദ ശംസു കുവ്വിറത് വഇദ النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت. يا الله يا الله, എന്തൊരു വർണ്ണനയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ദുന്യാവ് അതിന്റെ കാലാവധി തീരുകയാണെങ്കിൽ ആ സൂറത്ത് നിങ്ങളൊന്ന് വായിക്കണം, മനപ്പാടാക്കണം. മനപ്പാടാക്കാൻ കുറച്ച് വെല്ലുവിളിയുള്ള സൂറത്താണ്, പക്ഷെ അത് മനപ്പാടാക്കുമ്പോ, അത് മനപ്പാടായി വരുമ്പോ നിങ്ങൾക്ക് തന്നെ അതിന്റെ മധുരം ഇരട്ടിയായിട്ട് തോന്നും.
ഇത് തീരുമ്പോണ്ടാണ് പ്രതിഭാസങ്ങൾ അന്ന് ഓരോന്നിങ്ങനെ പറയാണ്. ഇത് ശംസു കുവ്വിറത്ത് വഇദ النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت. ഇങ്ങനെ ഈ ദുന്യാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാലാവധി തീരുകയും അത് നശിക്കുകയും ചെയ്യുന്ന ആ അവധി വരേക്കും ഇത് ചലിച്ചുകൊണ്ടിരിക്കും. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല, ചന്ദ്രനില്ല, ഒന്നാമത്തെ ആകാശമില്ല, ഏഴാമത്തെ ആകാശം വരെയില്ല, എല്ലാം അല്ലാഹു നശിപ്പിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക്, നിന്റെ റബ്ബ് ജലാൽ മഹത്വമുള്ള ഇക്റാമുള്ള അവന്റെ വജ്ഹ്, ആ വജ്ഹുള്ള അല്ലാഹ് അവൻ മാത്രം നിലനിൽക്കും. ബാക്കി എല്ലാം അവൻ തീർത്ത് കളയും. ആ ഒരവധി വരുന്നത് വരേക്ക് സൂര്യന് മാറ്റമില്ല, ചന്ദ്രന് മാറ്റമില്ല, നക്ഷത്രങ്ങൾക്ക് മാറ്റമില്ല, ഗോളങ്ങൾക്ക് മാത്രമില്ല, ഗ്രഹങ്ങൾക്ക് മാറ്റമില്ല, ഉപഗ്രഹങ്ങൾക്ക് മാറ്റമില്ല. അവ അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവന് കീഴ്പ്പെടുത്തിയ ആ പ്രഭാവത്തിൽ അവ നീങ്ങിക്കൊണ്ടിരിക്കും. അവയുടെ സഞ്ചാരത്തിന് അവൻ നിയമം വെച്ചിട്ടുണ്ട്. സൈറുൻ മുഖന്നൻ, ആ നിയമത്തിന് വിധേയമായി കൊണ്ട് അവ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അജൽ ഏതാന്നുള്ളത് മനസ്സിലായി. വഹുവ ഇൻഖിളാഉ ഹാദിഹി ദാർ വഖറാബുഹ. ഹാദിഹി എന്ന് പറഞ്ഞതും ഹ എന്ന് പറയുന്ന ലമീറും ഇസ്മുൽ ഇഷാറ മുഅന്നസാക്കാനുള്ള കാരണം, ഖറാബുഹ എന്നവിടെ ലമീർ മുഅന്നസിന്റെ ലമീർ എടുക്കാനുള്ള കാരണം അദ്ദാർ എന്ന് പറയുന്നത് മുഅന്നസായ ലഫ്ളാണ്. അത് മുഅന്നസിന്റെ ലക്ഷണമൊന്നുമില്ലല്ലോ, തട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് തോന്നും. വേണ്ട, അത് സമാഇയാണ്. മുഅന്നസ് ഹഖീഖി ഉണ്ട്, സമാഇ ഉണ്ട്, മജാസ് ഉണ്ട്, 3 തരത്തിലുണ്ട്. ഇത് സമാഇയാണ്. ഫയുഖർരിബുല്ലാഹു ആലാതിഹ, അങ്ങനെ അതിന്റെ സമയം തീർന്നാൽ അപ്പോൾ യുഖർരിബു ഖറാബാക്കി കളയും, നശിപ്പിച്ചു കളയും, തീർത്തു കളയും. ആരാണ് ഖറാബാക്കുന്നത്? അല്ലാഹുവാണ്. ആലാതിഹ, ഈ ദുനിയാവിന്റെ ഐഹിക ഭവനത്തിന്റെ എല്ലാ സാമഗ്രികളും, ഐഹിക ജീവിതത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് ഇവിടെ സംവിധാനിച്ച് തന്നിരിക്കുന്ന സാമഗ്രികൾ ഏതുണ്ടോ അത് മുഴുവനും അള്ളാഹു അതിനെ അങ്ങ് നശിപ്പിച്ച് മറ്റൊന്നാക്കി അതിനെ ട്രാൻസ്ഫോം ചെയ്യും. ഖറബ സാധാരണ അറിയണാണല്ലോ, ചീത്ത പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മള്. അല്ലാഹ് ഖർരിബൈതക് എന്ന് പറയാറുണ്ട്, അറബിയുടെ സംസാരം കേൾക്കും. അവിടെ ഖറബ യുഖർരിബ് പറഞ്ഞാൽ തകർക്കട്ടെ, നശിപ്പിക്കട്ടെ. യുഖർരിബുല്ലാഹു, അള്ളാഹു നശിപ്പിക്കും. ആലാതിഹ, ആലാത്തി അദ്ദാർ, ആലാത്തി ഹാദിഹിദ്ദാർ, ഈ ഐഹിക ഭവനത്തിലുള്ള എല്ലാ സാമഗ്രികളെയും നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ വശംസഹ, അതിന്റെ ആലാത്തുകളെ മാത്രമല്ല അതിലുള്ള ശംസിന്, ഐഹിക ജീവിതത്തിന് വേണ്ടി, ഐഹിക ഭവനത്തിനു വേണ്ടി അവൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ള, സംവിധാനിച്ചു വെച്ചിട്ടുള്ള സൂര്യനെയും, വഖമറഹ, അവിടെ ശംസഹ ഖമറഹ എന്നൊക്കെ പറയുന്ന ലമീർ ഹ മടങ്ങുന്നത് എങ്ങിട്ട? അദ്ദാർ, ഹാദിഹിദ്ദാർ എന്ന് പറഞ്ഞ ദാറിലേക്കാണ്. ഈ ദാറിന് വേണ്ടി അള്ളാഹ് ഒരുക്കിയിട്ടുള്ള ശംസിനെ, ഈ ദാറിന് വേണ്ടി അള്ളാഹ് ഒരുക്കിയിട്ടുള്ള ഖമറിനെ ഒക്കെ അള്ളാഹു നശിപ്പിക്കും. നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ പിന്നൊന്നുമില്ല, തീർന്നു എന്ന് കരുതണ്ട. ട്രാൻസ്ഫോർമേഷൻ ആണ്. വയുൻഷിഉൽ ഖൽഖ നശ്അതൻ ജദീദതൻ, വയുൻഷിഉ, അവൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ആ വാക്ക് ഏതാണ്? അൻശഅ അഫ്അല വസ്ന, നശഅ യൻശഉ. നശഅ എന്ന് പറഞ്ഞാൽ ഉത്ഭവിച്ചു എന്നാണ്. അൻശഅ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്തു എന്നാകും. ഉൽപ്പത്തി, ഉത്ഭവം എന്നതിന് നശ്അത്ത് എന്ന് പറയും. അതേമാതിരി പുതിയൊരു തലമുറയാണെങ്കിൽ അതിന് നശ്ഇ എന്ന് പറയും. പുതുതായി വളർന്നു വന്നവർ, ന്യൂജൻ എന്നതിന് നശ്ഇ എന്നാണ് പറയാം. വയുൻഷിഉ, അള്ളാഹു ഉണ്ടാക്കുന്നു. അൽ ഖൽഖ, സൃഷ്ടികളെ, നശ്അതൻ ജദീദതൻ, പുതിയ ഒരു സൃഷ്ടിയായിട്ട്, പുതിയൊരു തലമുറയായിട്ട്. പിന്നെ ഇതെന്നെ നശിപ്പിച്ചിട്ട് അള്ളാഹ് പിന്നീട് കൊണ്ടുവരുന്നത് തീർത്തും വ്യത്യസ്തമായിരിക്കും. അവിടുത്തെ സമയം ഇന്നത്തെ സമയമല്ല, സമയവ്യവസ്ഥ മാറിയിട്ടുണ്ട്. ഇന്ന് 24 അവർ, അന്ന് അതൊന്നും ആവൂല. അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ദിവസം ആവൂല. അൽഫസനത്തി മിമ്മാ തഅുദുൻ, ഇവിടുത്തേതായിട്ട് നോക്കുമ്പോൾ 1000 വർഷമോ അല്ലെങ്കിൽ 50 അൽഫസന, 50,000 വർഷമോ ഒക്കെ നീളമുണ്ടായിരിക്കും അതിന്. അവിടുത്തെ സ്പേസ് ഇവിടുത്തെ സ്പേസ് അല്ല. അവിടുത്തെ ടെറൈൻ ഇവിടുത്തെ ടെറൈൻ അല്ല.
എല്ലാം വ്യത്യസ്തമാണ്. അവിടെ മനുഷ്യര് നമ്മളെ അള്ളാഹ് കൊണ്ടുവരുമ്പോ ഇവിടെ ഇന്ന് ജീവിക്കുന്ന രൂപത്തിലല്ല, വ്യത്യസ്തമായ ജീവിതമാണ്. അവിടെ നമ്മുടെ കൺമുന്നിൽ ഇവിടെ നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ വിശ്വാസമാകാൻ വേണ്ടി അള്ളാഹു മറച്ചു പിടിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. ആ സ്വർഗം എന്നുള്ളത് ഇന്ന് നമ്മൾ കേട്ടിട്ടില്ല. പലർക്കും വിശ്വാസമല്ല. പലരും അത് അന്ധവിശ്വാസമാണ്, വെറുതെ പറ്റിക്കാനാണ് എന്ന് പറയാണ്. പലരും അതിൽ വിശ്വസിക്കുന്നു. ആ സ്വർഗം നേർക്ക് നേരെ മുത്തഖീങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് അടുപ്പിച്ചു കൊടുത്തിട്ട് നേരെ മുന്നിൽ കാണാണ്. അവർക്ക് അനുഭവ വേദ്യമാക്കുകയാണ്. ഇനി അതിലൂടെ അവരെ കടത്തിവിടാൻ പോവുക. അതേ സന്ദർഭത്തിൽ നരകം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് മുസഅറത്തായിട്ട് ജ്വലിപ്പിച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ എല്ലാ ഫാക്കൽറ്റികൾക്കും ഒരുപാട് മറകളുണ്ട്. അവിടെ ചില മറകളൊക്കെ, എല്ലാ മറകളും ഇല്ലെങ്കിലും ചില മറകൾ അല്ലാഹ് വകശഫ്ന അൻക ഗിതാഅക് വബസറുക അൽയൗമ ഹദീദ്, മറകൾ അല്ലാഹ് നീക്കും, പലതും കാണും. ഇവിടെ നമുക്ക് കാണാത്ത പലതും ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന തോളുരുമ്മി നമ്മളോടൊപ്പം ഇരിക്കുന്നവന് അവന്റെ മനസ്സിന് നമ്മളെ പറ്റിയിട്ട് വലിയ വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനൊരു നിവൃത്തിയില്ല. അവിടെ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുന്നതാണ്. അവിടെ കാര്യങ്ങൾ പിന്നെ മറ നിൽക്കുന്നില്ല. കാര്യങ്ങൾ വെളിച്ചത്താകുന്ന സന്ദർഭമാണത്. അപ്പോ എന്തുകൊണ്ടും തീർത്തും വ്യത്യസ്തമായ ഒരു നശ്അത്ത്, ഒരു പുതിയ ജനറേഷൻ, ഒരു പുതിയ തലമുറ, സൃഷ്ടിപ്പിന്റെ ഒരു പുതിയ തലമുറ അവിടെ അള്ളാഹു കൊണ്ടുവരും. വയുൻശിഉൽ ഖൽഖ, അവന്റെ ഈ സൃഷ്ടികളെ അവൻ ഉണ്ടാക്കും. നശ്അത്തൻ ജദീദത്തൻ, പുതിയ ഒരു തലമുറയായി, പുതിയൊരു സൃഷ്ടിപ്പായിട്ട് അവിടെ വരുന്നത്. ലിയസ്തഖിറു ഫീ ദാരിൽ ഖറാർ, ലിയസ്തഖിറു, ഇസ്തിഖ്റാറിന് വേണ്ടിയിട്ട്, ഒരു പെർമനന്റ് അബോർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്തിഖറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് ഉറച്ചു നിൽക്കുന്നതിനാണ് പറയാ, പിന്നെ നീക്കല്ല. ഇസ്തിഖ്റാറിന് വേണ്ടിയാണ്. അവിടെ എവിടെയാണ് ഇനി നമ്മൾ ഇസ്തിഖ്റാർ നടത്തുന്നത്? ഫീ ദാരിൽ ഖറാർ, നമുക്ക് എന്നേക്കുമായി താമസിക്കാനുള്ള ഖറാറിന്റെ നിത്യവാസത്തിന്റെ ഭവനത്തിൽ. ഏതാണ് നിത്യവാസത്തിന് വേണ്ടി, ശാശ്വതമായ അനശ്വരമായ വാസത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനം? അത് ഫീ ദാരിൽ ഖറാർ. അതിന്റെ ബദലായിട്ട് ബയാൻ ചെയ്യാൻ വന്നു അൽ ജന്നത്തി വന്നാർ അവിന്നാർ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അജൽ മുസമ്മക്ക് കൊടുത്ത വ്യാഖ്യാനം നോക്ക്. സൂര്യചന്ദ്രന്മാർ ഒരു നിശ്ചിതമായ പറയപ്പെട്ട അവധി വരേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ അവധി ഇൻഖിളാഉ ഹാദിഹി ദാരി വഖറാബുഹാ ഫയുഖർരിബു അല്ലാഹു ആലാതിഹാ വശംസഹാ വഖമറഹാ വയുൻശിഉ, അതിനെ അല്ലാഹ് ഖറാബാക്കിയതിനു ശേഷം അവൻ ഉത്ഭവിപ്പിക്കും, അവൻ ഉണ്ടാക്കും. അൽ ഖൽഖ, ഇന്നിവിടെ അല്ലാഹ് സൃഷ്ടിച്ചുവിട്ട സൃഷ്ടികളെ, മനുഷ്യരെ, ജിന്നുകളെ, മറ്റു ജന്തുജാതികളെ ഒക്കെ അല്ലാഹു ഉണ്ടാക്കും. നശ്അത്തൻ ജദീദത്തൻ, പുതിയ ഒരു സൃഷ്ടിയായിട്ട് കൊണ്ടുവരും. എന്തിനു വേണ്ടി? ലിയസ്തഖിറു, ഈ സൃഷ്ടികള്, ഈ മനുഷ്യര്, ഈ ജിന്നുകള് അവരെല്ലാം തന്നെ ഇസ്തിഖ്റാർ ചെയ്യാൻ വേണ്ടി, സ്ഥിരമായി എവിടെ? ഫീ ദാരിൽ ഖറാർ, നിത്യവാസത്തിന്റെ ഭവനത്തിൽ. ഏതാണ് ദാറുൽ ഖറാർ? അൽ ജന്നത്തി അവിന്നാർ, ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അലാഹുവൽ അസീസുൽ അലാഹുവൽ അസീസ്, അലാ, അറിയുക. അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞാണ്. ഒരിക്കൽ പറഞ്ഞ സംഭവം പിന്നെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്, അത് ആവർത്തിക്കരുത്. നമുക്ക് സമയനഷ്ടമാണ്, അധ്വാന നഷ്ടമാണ്. മറിച്ച് അത് നിങ്ങളത് പറയുമ്പോൾ തന്നെ ഫുള്ളായിട്ട് അത് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അല എന്ന് പറയുന്നത് ഇസ്മു ഫിഅലാണ്. ബിമഅന, ഇസ്മു ഫിഅലിന് പല അർത്ഥം വരാം. അർത്ഥം കൊണ്ടാണ് ഫിഅലാകുന്നത്. വാക്കിന്റെ ഘടന കൊണ്ട് അത് ഇസ്മായിരിക്കും. അപ്പോ അല എന്നത് ഇസ്മു ഫിഅലാണ്. ആ ഫിഅല് എന്ന് പറഞ്ഞാൽ അമ്രിന്റെ അർത്ഥത്തിലുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇഅ്ലമു, നോ ദാറ്റ്. അല, നിങ്ങൾ അറിയുക. ഹുവൽ അസീസ്, അവനാണ് അൽ അസീസ്. അസീസ് എന്നതിന്റെ അർത്ഥം അല്ലദീ ലാ യുഗാലബ്, അവൻ അതിജയിക്കപ്പെടില്ല, ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്തവനാണ്. നമ്മൾ മലയാളത്തിൽ പറയും അജയ്യനാണ്. അൽ ഖാഹിറു ലികുല്ലി ഷൈ, ആർക്കും അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നതൊരു വശം. അതേ സന്ദർഭത്തിൽ അതിന്റെ മറ്റൊരു വശമുണ്ട്.
അവൻ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന അതീശാധിപതിയാണ്. ആർക്കും അവനെ എങ്ങോട്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അവൻ അജയ്യനാണ്. അവൻ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ഖാഹിറാണ്, അജയ്യൻ, അതീശാധിപതിയുമാണ്. ഖാഹിറു അൽ ഖാഹിറു ലികുല്ലി ഷൈ. അതുകൊണ്ട് തന്നെ അല്ലദീ ലാ യസ്തഅസി അലൈഹി ഷൈ, അവന്റെ മേൽ ഒന്നും അവന് വഴങ്ങാതെ വരില്ല. ഇസ്തഅസ്വ എന്ന് പറഞ്ഞാൽ വിസമ്മതിക്കുക, ധിക്കരിക്കാൻ നോക്കുക, അഥവാ വഴങ്ങാതിരിക്കുക. അലൈഹി, അവന് മേൽ, അള്ളാന്റെ മേലില് ധിക്കാരം കാണിക്കുക, വഴങ്ങുക എന്നുള്ളത് ഉണ്ടാവില്ല. ഒന്നും. ഇവിടെ നമ്മൾ കുറച്ച് ധിക്കാരം കാണിക്കുന്നുണ്ട്. അത് ഈ ദുന്യാവില് പരീക്ഷണത്തിന് വേണ്ടി സൗകര്യവും സ്വാതന്ത്ര്യവും നൽകിയാൽ അവൻ എങ്ങനെ ചെയ്യുമെന്നത് അള്ളാഹ്ക്ക് അറിയുന്നത്. അവന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ തെളിയിച്ച് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചാടിക്കളിക്കാൻ കയറ് കെട്ടിയിട്ടുള്ള ചെറിയൊരു സ്വാതന്ത്ര്യം നൽകിയതാ. ആ ധിക്കാരം ആ പീരീഡ് കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു. പിന്നെ ഒരാൾക്കും വിസമ്മതിക്കാൻ, വഴങ്ങാതിരിക്കാൻ പറ്റില്ല. ഞാൻ വഴങ്ങുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ലാ യസ്തഅസി അലൈഹി ഷൈ, അവനു മേൽ ഒന്നും വഴങ്ങാതിരിക്കില്ല, എല്ലാം അവന് വഴങ്ങാണ്. ഈ പരീക്ഷണത്തിന്റെ ഘട്ടം കഴിഞ്ഞ് കുല്ലു ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാമെല്ലാം ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ, റഹ്മാനായ അള്ളാഹ്ക്ക് പൂർണ്ണ വിധേയരായി പരിപൂർണമായ അടിമത്തത്തോടു കൂടി കൂണ് വരാതിരിക്കില്ല. ഒരാൾക്ക് പോലും രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ലഖദ് അഹ്സാഹും, അള്ളാഹ് അവരെ ക്ലിപ്തപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വഅദ്ദഹും അദ്ദ, എണ്ണി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും കീഴ്പ്പെട്ടു വരും. അതുകൊണ്ട് അള്ളാഹ് അസീസാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വശം ലാ യുഖാലം, അവനെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ അവൻ അൽ ഖാഹിറു ലികുല്ലി ഷൈ, എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തിയിട്ടുള്ള അതീശാധിപതിയാണ്. അവന്റെ അതീശത്വം എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യസ്തഅസു അലൈഹി ഷൈ, ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും, അവന്റെ സൃഷ്ടികളിൽ ഒന്നും അവന് വഴങ്ങാതെ വിസമ്മതം കാണിച്ചു നിൽക്കുക എന്നതുണ്ടാവില്ല. അല്ലദീ മിൻ ഇസ്സതിഹി ഔജദ ഹാദിഹിൽ മഖ്ലൂഖാത്തിൽ അളീമ. അല്ലദീ, ഒന്നുകൂടെ വിശദീകരിച്ചു, യാതൊരുവനാണ് അവൻ, മിൻ ഇസ്സതിഹി, അവന്റെ ഇസ്സത്തിൽപ്പെട്ടതാണ്, അവന്റെ അജയ്യതയിൽപ്പെട്ടതാണ്. അവൻ അസീസാണ് എന്ന് പറയുമ്പോൾ ആ ഇസ്സത്തിന്റെ മഅനയിൽപ്പെട്ടതാണ്, അതിന്റെ ആശയത്തിൽപ്പെട്ടതാണ്. ഔജദ ഹാദിഹിൽ മഖ്ലൂഖാത്തിൽ അളീമ, ഈ കാണുന്ന വലിയ സൃഷ്ടികളെ മുഴുവനും അവനാണ് ഉണ്ടാക്കിയത്. ഈ മഖ്ലൂഖാത്തിന് അളീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളല്ല. നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യര്, ജിന്നുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ 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 ലൊട്ടുലൊടുക്കുകളാണ്. നമ്മൾ അതീവ ദുർബലരാണ്. മറിച്ച് വലിയ മഖ്ലൂഖാത്ത് എന്ന് പറഞ്ഞാൽ അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാ ബനാഹ റഫഅ സംകഹ ഫസവ്വാഹ വഅഗ്തശ ലൈലഹ വഖറജ ളുഹാഹ. അൻതും അശദ്ദു ഖൽഖൻ, നിങ്ങളാണോ എത്ര വലിയ സൃഷ്ടികൾ? അല്ലല്ല, മനുഷ്യർ അള്ളാന്റെ സൃഷ്ടികളിൽ ചെറിയ ചെറിയ ചെറിയതാണ്. അത് മറിച്ച് അള്ളാന്റെ സൃഷ്ടികളിൽ വലിയ മഖ്ലൂഖാത്തുകൾ എന്ന് പറഞ്ഞാൽ അമിസ്സമ, അതല്ല, ആകാശമാണോ? വലിയ ആകാശങ്ങൾ, ആ ആകാശങ്ങളിലുള്ള വലിയ വലിയ സൃഷ്ടികൾ, ചരാചരങ്ങൾ, അങ്ങനെയുള്ള വലിയ മഖ്ലൂഖാത്തുകളെ അവനാണ് ഉണ്ടാക്കിയത്. വസഖറഹ, വെറുതെ ഉണ്ടാക്കി പിന്നെ പണി കിട്ടിയതല്ല. ആ സൃഷ്ടികളെ, വലിയ വലിയ സൃഷ്ടികളെ അവൻ ശരിക്കും മെരുക്കി ഒതുക്കി തന്റെ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്നു. തജ്രി ബി അംരിഹി, അവ ഓരോന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അനങ്ങുമ്പോൾ അനങ്ങുന്നത്, നിശ്ചലമാകുമ്പോൾ നിശ്ചലമായി നിൽക്കുന്നത്. ബി അംരിഹി, അവന്റെ ഉത്തരവനുസരിച്ച്, അവന്റെ കൽപ്പനയനുസരിച്ച്, ആജ്ഞയനുസരിച്ച് മാത്രമാണ്. അതവന്റെ ഇസ്സത്തിന്റെ മഅനയിൽപ്പെട്ടതാണ്. മിൻ മആനി ഇസ്സത്തില്ലാഹി തബാറക വതആല, അതിൽപ്പെട്ടതാണ് അന്നഹു ഔജദ ഹാദിഹിൽ മഖ്ലൂഖാത്ത് അൽ അളീമ, ഈ വലിയ സൃഷ്ടികൾ അവൻ ഉണ്ടാക്കി. വസഖറഹ, അവയെ അവൻ കീഴ്പ്പെടുത്തി. തജ്രി ബി അംരിഹി, അവ അവന്റെ കൽപ്പന പ്രകാരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവനാണ് അവൻ. അറിയുക, അവൻ ഗഫാറാണ്. ഗഫാറാണ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു
അസീസാണ് എന്ന് കഴിഞ്ഞിട്ട് പറയുന്നു അൽ ഗഫാർ, അള്ളാഹു ഗഫാറാണ്. എന്താണ് ഗഫാറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ലിദുനൂബി ഇബാദി, അവനേറെ പൊറുക്കുന്നവനാണ്. എന്താണ് പൊറുക്കാൻ പോകുന്നത്? അവന്റെ അടിയാറുകൾ ചെയ്തിട്ടുള്ള ദുനൂബുകളെ, ദംബുൻ ജംഉഹു ദുനൂബ്, തെറ്റുകൾ, ഇസ്മു ആസാം, ദംബ് ദുനൂബ്. ദനബ് അർത്ഥം മാറിട്ടോ. ഒരു ചെറിയ സാറാനെ കാട്ടിയിട്ട് സൂറാനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. ചെറിയൊരു വമ്മ് സുക്കൂനായിട്ടല്ലേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. രണ്ടും രണ്ടാണ്. ദനബ് എന്ന് പറഞ്ഞാല് ടെയിൽ, വാല് എന്നാണ് അർത്ഥം വരിക. ദംബുൻ എന്ന് പറഞ്ഞാൽ കുറ്റം എന്നാണ്. അപ്പോൾ ഉച്ചരിക്കുമ്പോ ഒക്കെ സൂക്ഷിച്ച് ഉച്ചരിക്കണം. ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ വേറെന്തോ അർത്ഥമായി പോകും. അള്ളാഹു ഗഫാറാണ്. ലിദുനൂബി ഇബാദിഹി, അവന്റെ അടിയാറുകളുടെ ശിക്ഷകൾ, തെറ്റുകൾ പൊറുക്കുന്നവനാണ്. ആ അടിയാറുകളുടെ തെറ്റ് പൊറുത്തുക. എങ്ങനെയുള്ള അടിയാറുകളുടെ തെറ്റാണ് അവൻ പൊറുക്കാൻ പോകുന്നത്? ഇബാദിന് വിശേഷണം വെച്ചു കൊടുത്തു. അത്തവ്വാബീനൽ മുഅ്മിനീൻ, അവര് വിശ്വാസികളാകണം. അവര് അവന്റെ മാർഗത്തിലേക്ക്, അവനിലേക്ക് തിരിച്ചു വരുന്ന തെറ്റ് ചെയ്തു. അത് അള്ളാഹുവിൽ നിന്ന്, അവന്റെ വഴിയിൽ നിന്നുള്ള അബദ്ധസഞ്ചാരമാണ്, വ്യതിയാനമാണ്. അങ്ങനെ അബദ്ധസഞ്ചാരം നടത്തി അവനിൽ നിന്ന്, അവന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ അവനിലേക്ക്, അവന്റെ വഴിയിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ അനുദപിച്ചുകൊണ്ട് ഖേദിക്കുന്ന മനസ്സുമായി തിരിച്ചു വരുന്ന വിശ്വാസികളായിട്ടുള്ള അടിയാറുകൾ ഉണ്ടെങ്കിൽ, അവര് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ നന്നായി പൊറുക്കുന്നവനാണ് ഗഫാർ. ഗഫാർ എന്ന് പറഞ്ഞാൽ മിൻ സിയഗിൽ മുബാലഗ, അതിശയോക്തി കാണിക്കാൻ, അത് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളിൽപ്പെട്ടതാണ്, പദപ്രരൂപങ്ങളിൽപ്പെട്ടതാണ് ഗഫാർ. ബിവസ്നി ഫഅൽ. ഫാഇൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നവനാണെങ്കിൽ, ഫഅൽ എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യുന്നവനാണ്. ഫഅലുൽ ലിമാ യുരീദ്. ഗാഫിറുൻ എന്ന് പറഞ്ഞാൽ തന്നെ പുറത്തു കൊടുക്കുന്നവനാണ്. അത് എമ്പാടും മതി. പക്ഷെ അതിൽ മുബാലഗ വരുത്താൻ വേണ്ടിയാണ് ഗഫാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹ് ഗഫൂറാണ്, അള്ളാഹ് ഗഫാറാണ്. അള്ളാഹ് പൊറുക്കുന്നവനാണ്, അള്ളാഹ് ഏറെ പൊറുക്കുന്നവനാണ്. അള്ളാഹ് പൊറുക്കുന്നത് ലിദുനൂബി ഇബാദി, ഏത് തരം ഇബാദുകളുടെ? അത്തവ്വാബീനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായിട്ടുള്ള തവ്വാബീങ്ങളുടെ ദുനൂബുകൾ അവൻ പുറത്തു കൊടുക്കും. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വ ഇന്നി ലഗഫാറുൻ ലിമൻ താബ വ ആമന വ അമില സ്വാലിഹൻ സുമ്മ ഇഹ്തദ. നിശ്ചയമായും ഞാൻ ലഗഫാർ, ഞാൻ ഏറെ പൊറുക്കുന്നവനാണ്. ആരോട്? ലിമൻ താബ, മടങ്ങി വരുന്നവനോട്. വ ആമന, ഈമാൻ ഉൾക്കൊള്ളുകയും, വ അമില സ്വാലിഹൻ, പിന്നീട് നല്ലത്, സ്വാലിഹായത്, സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക്, സുമ്മ ഇഹ്തദ, എന്നിട്ട് നേർവഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പൊ ഈമാൻ വേണം, ഒന്ന് മടങ്ങി വരണം. ഈമാൻ വേണം, അമലും സ്വാലിഹാത്ത് ചെയ്യണം. അങ്ങനെ ചെയ്ത ആളുകൾ അവർ ഇഹ്തദ, അവർ നേർവഴിയെ തന്നെ പിന്നെ അവർ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നേർവഴിയിൽ ചലിച്ച് നേർവഴിയിൽ അവസാനിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, അവന്റെ അടിയാറുകൾക്ക് അവൻ എല്ലാ തെറ്റും പുറത്തു കൊടുക്കുന്നവനാണ്. അൽ ഗഫാറു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പൊറുക്കുന്നവനാണ്. ലിമൻ അശ്റക ബിഹി ബഅദമാ റഅ മിൻ ആയാതിഹിൽ അളീമ സുമ്മ താബ വ അനാബ്. ആരോട് വരെ അള്ളാഹ് പൊറുക്കും? ലിമൻ അശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർത്തു. ബഅദമാ റഅ മിൻ ആയാതിഹിൽ അളീമ, അള്ളാഹുവിന്റെ അതിമഹത്തായ ആയാത്തുകൾ, അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ കണ്ടതിന് ശേഷം പിന്നെ അവൻ ശിർക്ക് ചെയ്തു. പക്ഷെ ശിർക്ക് ചെയ്തെങ്കിലും സുമ്മ താബ വ അനാബ്, അവൻ അതിൽ നിന്ന് മടങ്ങി. വ അനാബ്, അവൻ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നു. ഇതൊരു വലിയ വിഷയമാണ്. നമ്മുടെ അഖീദയുടെ വിഷയത്തിൽ നടക്കുന്ന വലിയൊരു ചർച്ചയാണ്. അത് ശിർക്ക് ചെയ്ത ആൾക്ക് അള്ളാഹു പൊറുക്കൂല, അത് നമുക്കറിയുന്ന ഒരാശയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിർ അൻ യുശ്റക ബിഹി വയഗ്ഫിർ മാ ദൂന ദാലിക ലിമൻ യശാ. അത് രണ്ട് സ്ഥലത്ത് ഖുർആൻ അർത്ഥശങ്കക്കിടല്ലാതെ പറഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ ഒരിക്കൽ തെറ്റ് ചെയ്തു, ശിർക്ക് ചെയ്തു, പിന്നെ അവന് മടക്കമില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ശിർക്കിൽ ഒരാൾ മരണപ്പെട്ടാൽ പിന്നെ അവന്റെ ആ ശിർക്ക് അല്ലാഹു പൊറുക്കൂല എന്നാണ് അതിന്റെ അർത്ഥം.
എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് മടക്കമുണ്ടായാൽ, ഷിർക്കിൽ നിന്ന് അയാൾ തൗബ ചെയ്ത് മുസ്ലിമായി വന്നാൽ, അങ്ങനെയാണല്ലോ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിൽ പലരും അവർ ജനിച്ചിട്ട് കുറെ കാലം മുവഹ്ഹിദീങ്ങളായി ജീവിച്ചിരിക്കെ തൗഹീദിക്ക് വന്നവരല്ല. പല ആളുകളും ശിർക്ക് നന്നായി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. പിന്നീട് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ അവർ ഒഴിവാക്കിയിട്ട് തൗഹീദിലേക്ക് വന്നവരാണ്. എന്നതുപോലെ ആരെങ്കിലും ഒരാള് അള്ളാഹുവിൽ പങ്കുചേർത്തു, പക്ഷെ ആ ശിർക്കൻ വിശ്വാസത്തിൽ, ആ ശിർക്കൻ പ്രവൃത്തിയിൽ അയാളുടെ ജീവിതം അവസാനിച്ചാൽ അത് അള്ളാഹു പുറത്തു കൊടുക്കൂല. തൗബ ചെയ്യാത്ത ഒരു ശിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. തൗബ എന്ന് പറഞ്ഞാൽ തൗബ അള്ളാഹു കബൂലാക്കുന്ന വിധത്തിൽ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള തൗബത്തൻ നസൂഹത്തൻ മഖ്ബൂല. നസൂഹായ തൗബ, മഖ്ബൂലത്തായ തൗബ ചെയ്യാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. നേരെ വെച്ച് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ലേശം മദ്യപിച്ചു, വലിയ തെറ്റാണല്ലോ. അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെന്തെങ്കിലും ഒരു തെറ്റുകൾ നമ്മൾ ചെയ്തു എന്ന് ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് നമ്മൾ വേണ്ടതുപോലെ തൗബ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ തൗഹീദ് തെറ്റിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ പരലോകത്ത് വന്നാൽ തൗബ ചെയ്യാത്ത ഈ തെറ്റിന്റെ കാര്യം എന്താണ്? വഹുവ ഫീ മശീഅത്തില്ലാ തഹ്ത മശീഅത്തില്ലാ, അള്ളാന്റെ മശീഅത്തിന് വിധേയമാണ്. ചിലപ്പോ ഇൻഷാ അഅദബ വ ഇൻഷാ ഗഫറ ലഹു, അള്ളാഹു ഉദ്ദേശിച്ച പുറത്തു കൊടുത്തു എന്ന് വരും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹ് അവനെ ശിക്ഷിച്ചു എന്ന് വരും. പക്ഷെ ശിർക്കിന്റെ കാര്യത്തിൽ തൗബയില്ലാതെ മരിച്ചുപോയ ശിർക്ക് അള്ളാഹു പൊറുക്കൂല. ഈ കാര്യം വേറെയും കുറെ ആയത്തുകളിലൂടെ കൃത്യമായി വന്നിട്ടുള്ളതാണ്. അതിന്റെ ഒരു സന്ദർഭം അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നബിന്റെ അടുക്കല് കുറച്ച് ആളുകൾ വന്നു. നബിയെ, മുഹമ്മദ് നബിയെ, മുഹമ്മദെ എന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഇന്നമാ തദ്ഉനനാ ഇലൈഹി ലഹസൻ, നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ നല്ലതാണ്, ഞങ്ങൾക്ക് അതിന് ബോധ്യമുണ്ട്. പക്ഷെ ഇനി ഞങ്ങൾക്കുള്ള ഒരു ചെറിയ പ്രശ്നം, ഞങ്ങൾക്ക് ഇനി ഒരു തിരിച്ചുവരവുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾ അശ്റക്ന, ശിർക്ക് ചെയ്തവരാണ്. ഞങ്ങൾ ചെയ്തു കൂട്ടിയ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് കയ്യും കണക്കൂല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖതൽന, ഞങ്ങൾ മനുഷ്യരെ കൊന്നുകളഞ്ഞവരാണ്, നരമേധം നടത്തിയവരാണ്. വഅക്സർനൽ ഖത്ൽ, അതിന് കയ്യും കണക്കൂല്ല. ശരിപ്പിന, ഞങ്ങൾ കുടിച്ചു മോന്തിയതാണ്, അതില് മുങ്ങി കുടിച്ചതാണ്, തവളകളായിരുന്നു ഞങ്ങള്. അത് ഫഅക്സർന, അതിന് യാതൊരു കണക്കുമില്ല. ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇനി തിരിച്ചു വന്ന അള്ളാഹ് ഞങ്ങളെ സ്വീകരിക്കുവോ? ഞങ്ങൾക്കൊരു മടക്കം സാധ്യാണോ? ഇതാണ് അവർ ചോദിച്ചത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ആയത്തുകൾ, ഒന്ന് സൂറത്ത് സുമറിൽ അവസാനത്തിൽ വരുന്നുണ്ട്, അവിടെ നമുക്കത് വിശദീകരിക്കാം. മറ്റൊന്ന് അതുപോലെ തന്നെ സൂറത്ത് ഇബാദുർ റഹ്മാനിലും പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ മൻ താബ വ ആമന ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതി ഹസനാതി വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അതുകൊണ്ട് അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ശിർക്ക് അടക്കം അള്ളാഹ് പുറത്തു കൊടുക്കും. പക്ഷെ ആ ശിർക്കാൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹ്ക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ മടങ്ങി തൗബ ചെയ്യണം. അങ്ങനെ അള്ളാഹ്ക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ തൗബ ചെയ്ത് മടങ്ങാത്ത മറ്റ് തെറ്റുകൾ, അവയുടെ കാര്യം അത് തഹ്ത മശീഅത്തില്ലാ, ഇൻശാഅ ഗഫറ ലഹു വ ഇൻശാഅ അഅദബ. ഇതാണ് അഖീദത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ. അപ്പൊ അതോടുകൂടി അത് കഴിഞ്ഞു, നമ്മളെ സമയം കഴിഞ്ഞു. 8:04. ഇവിടുത്തെ സമയം 1 മണിക്കൂർ കഴിഞ്ഞു. നിർത്താം. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് തുടങ്ങാം. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.